എവിടെ പോകുന്ന നമ്മള്? നൂറ് ഐലൻഡ്. നൂറ് ഐലൻഡ്. ഇത് നമ്മുടെ അഡ്വഞ്ചർ പാർക്കിന്റെ കണക്ക്. കാടിനടക്കി. ഹായ് ഹലോ, ഇന്നൊരു ട്രാവലിംഗ് വ്ലോഗാണ് കേട്ടോ. ഞങ്ങൾ പോയത് അൽനൂർ ഐലൻഡിലേക്കായിരുന്നു. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഷാർജ അൽമജാസിലാണ്. നല്ലൊരു നൊസ്റ്റാൾജിക് പ്ലേസാണ്. ഈവനിങ്ങിലൊക്കെ അവിടെ പോയിരിക്കാൻ അടിപൊളിയായിരിക്കും. പക്ഷെ ഞങ്ങൾ പോയ ടൈം കുറച്ച് ലേറ്റായി പോയി. അതുകൊണ്ട് തന്നെ നല്ലപോലെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ആകെ ഉണ്ടായിരുന്ന നേട്ടമെന്ന് വെച്ചാൽ നൈറ്റ് ആയതുകൊണ്ട് മോൾക്ക് ടിക്കറ്റ് എടുക്കേണ്ടി വന്നില്ല. അവിടെ 30 ദിറംസ് അങ്ങനെയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. പിന്നെ അതിൻ്റെ അകത്തൊരു ബട്ടർഫ്ലൈ ഗാർഡൻ അങ്ങനെയൊക്കെ ഉണ്ട്. അതിന് എക്സ്ട്രാ 35 അങ്ങനെ എന്തോ ആണ് റേറ്റ് വരുന്നത്. ഞങ്ങൾ ലേറ്റ് ആയതുകൊണ്ട് തന്നെ ബട്ടർഫ്ലൈ ഗാർഡനിൽ കയറാനും പറ്റിയില്ല. അത് ഓൾറെഡി ക്ലോസ് ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ തുള്ളി കളിക്കുന്ന കുഞ്ഞിപ്പുഴുവിന് അകത്ത് കയറി കഴിഞ്ഞപ്പോൾ ഇത്രയും ഹാപ്പിനെസ് ഒന്നും ഇല്ലായിരുന്നു. അതിൻ്റെ മെയിൻ റീസൺ അവൾ എക്സ്പെക്റ്റ് ചെയ്തത് അവിടെ കളിക്കാൻ ഒരുപാട് റൈഡ്സും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും എന്നായിരുന്നു. പക്ഷേ അകത്ത് ചെന്നപ്പം പ്ലേ ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. പക്ഷേ പ്ലേ ഗ്രൗണ്ടിൽ അങ്ങനെ എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ അവിടെ ഒരു ഊഞ്ഞാലുണ്ടായിരുന്നു. ആ ഊഞ്ഞാലിൽ കുറേ അധികം നേരം കളിച്ച് അവളുടെ സങ്കടം മാറ്റി. നൈറ്റ് ആയതുകൊണ്ട് തന്നെ ഞങ്ങളും പിന്നെ വേറെ 1-2 ഫാമിലി മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ ആ ടൈമിൽ. പിന്നെ പോകാൻ ഉദ്ദേശിക്കുന്നവർ ഈവനിങ് ടൈമിൽ തന്നെ പോകണം. അതാണ് അവിടേക്ക് പോകാൻ പറ്റിയ ബെസ്റ്റ് ടൈം. പിന്നെ വേറൊരു കാര്യം, ഞങ്ങൾ അവിടേക്ക് പോയത് മെയ് മന്തിലായിരുന്നു കേട്ടോ. നമ്മൾ പ്രവാസികൾക്ക് നാടും വീടും ഒക്കെ മിസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സായിട്ടോ ഒക്കെ പോയി കുറച്ച് നേരം സ്പെൻഡ് ചെയ്യുമ്പോൾ ആ മിസ്സിങ് ഫീലിംഗ് ഒക്കെ ചെറുതായിട്ടൊന്ന് മാറി കിട്ടുന്ന ഒരു പ്ലേസാണ് കേട്ടോ. പിന്നെ ഇപ്പോഴത്തെ UAE-യിലൊരു ക്ലൈമറ്റിലും അവിടെ പോകുമ്പോൾ വലിയ ചൂടൊന്നും ഉണ്ടാക്കാൻ ചാൻസ് ഇല്ല. കാര്യം എന്ന് വെച്ചാൽ അവിടെ ഫുൾ ഓഫ് ട്രീസും നല്ല കാറ്റും ഒക്കെയാണ്. പിന്നെ നേരത്തെ ഞാനൊരു ഊഞ്ഞാലിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ആ ഊഞ്ഞാലിൽ പോയിരിക്കുമ്പോൾ കിട്ടുന്നൊരു വ്യൂ ആണിത്. നല്ല രസമാണ്. നാട്ടിലെ എൻ്റെ വീടിൻ്റെ അടുത്ത് കായലുണ്ട്. അപ്പം ആ കായലിൻ്റെ അടുത്ത് പോയിരിക്കുമ്പോൾ അതേ ഫീൽ എനിക്ക് കിട്ടി. ചെറുതായിട്ട് ഓളത്തിൻ്റെ സൗണ്ടും ശരിക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞാൻ പോയത് നൈറ്റ് ആകുന്നത് കൊണ്ടും ലൈറ്റിൻ്റെ പ്രശ്നമുള്ളത് കൊണ്ടും ഒരുപാട് വീഡിയോസൊന്നും എടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. എന്നാലും ഓൾമോസ്റ്റ് കുറച്ചൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു പീസ്ഫുൾ സ്ഥലമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഞങ്ങളവിടെ പോയിട്ടുണ്ടായിരുന്നപ്പോൾ അവിടുത്തെ ടൈമിങ് 9 to 10 അങ്ങനെയാണോ എൻ്റെ ഓർമ്മ. പക്ഷേ ഇപ്പോൾ ഞാൻ അവരുടെ വെബ്സൈറ്റ് നോക്കിയപ്പോൾ Sunday to Thursday 9 to 11 ഫ്രൈഡേ ആൻഡ് സാറ്റർഡേ 9 to 12 കൊടുത്തിട്ടുള്ളത്. പോകുന്നവർ അതൊന്ന് കൺഫേം ചെയ്തിട്ട് പോകുന്നത് നല്ലതായിരിക്കും. പിന്നെ നമ്മുടെ കുഞ്ഞിപ്പുഴുവിൻ്റെ സങ്കടം മാറ്റാൻ വേണ്ടിയിട്ട് അവിടുന്ന് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെയുള്ള ഈ ഒരു വണ്ടിയിലും കയറ്റിയ അപ്പോൾ ആൾ ഹാപ്പിയായി. അവിടം വരെ പോട്ടോ, ആങ്കിൾ നിൽക്കുന്നിടത്ത് വരെ പോട്ടോ. ആ അങ്ങോട്ട് പോകുമ്പോൾ ഇവിടം വരെ ചവിട്ടിട്ട് പോകാം, തിരിച്ചു പോകുമ്പോൾ നോക്കാം. ഞങ്ങളുടെ ഈ കുഞ്ഞു ട്രാവൽ വ്ലോഗ് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഒപ്പീനിയൻസ് കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അപ്പം വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബായ്.